അപ്പോൾ ഇന്നിപ്പോ എന്താണ് ഇന്നത്തെ ഉദ്യമത്തിനെ പറ്റി പറയാനുള്ളത്? ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികളെ നമ്മൾ പോയി കാണുന്നു. ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷന്റെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ആണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം ഒരു 40ഓളം പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് ഇത് ശരിക്കും. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് പ്രോഗ്രാം, ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പാലിയേറ്റീവ് കൂട്ടായ്മ. 40ഓളം സൈക്കോളജിസ്റ്റുകൾ പ്രശസ്തരായ വീടുകൾ സന്ദർശിക്കുന്നു അല്ലേ? അതെ, റീഹാബിലിറ്റേഷൻ. കാരണം നമ്മുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു സ്പേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് ഇതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് പഠിച്ച് അവരെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇതൊരു പിന്നെ ഒരു 1 സിറ്റിങ്ങോ 2 സിറ്റിങ്ങോ മുന്നോട്ട് പോകുന്നതല്ല. ഇത് ഏറ്റവും മിനിമം ഒരു 2 വർഷമെങ്കിലും ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് കൂടുതൽ ഗുണകരം. ഒരുപാട് പേര് ആങ്സൈറ്റി, സിവിയർ ഡിപ്രഷൻ, അതുപോലെ തന്നെ PTSD പോലെയുള്ള സിവിയർ പിന്നെ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ മെഡിക്കൽ തെറാപ്പിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ തെറാപ്പി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം എൻ്റെ ടീം വളരെ ശക്തമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ വയനാട് തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും സാന്ത്വനം കൗൺസിലിംഗ് സാന്ത്വനം നൽകുകയാണ്. ഏതായാലും പിന്നെ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ പിന്നെ ഇനിയും മുന്നോട്ട് പോയിട്ട് അവർക്ക് കൂടുതൽ അവരുടെ ഉന്നമനത്തിലേക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കും. തീർച്ചയായിട്ടും. ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസ് ആണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മുടെ സൈക്കോളജിസ്റ്റുകളുടെ ഒരു സംഘം വയനാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ സംസാരിച്ചല്ലോ അല്ലേ? ഓക്കെ സാർ. ഓക്കെ. ഇനി നമ്മുടെ മാഡം പറഞ്ഞോളൂ. അറിയാലോ, അത് ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ക്യാമ്പിലായിരുന്നപ്പോൾ പലരും സാമ്പത്തിക സഹായവും ഗവൺമെൻറ് അവരുടേതായ രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യുന്നവരുണ്ട്, കൗൺസിലിംഗ് കൊടുത്തവരുണ്ട്. പക്ഷേ അവരെ റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആരും ഈ കൗൺസിലിംഗ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു യജ്ഞത്തിന് മുതിർന്നത്. നമ്മൾ ഒരു 30-35ഓളം പേര് വരുന്ന ഒരു ടീമാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും, മാനസികമായ അവരുടെ ഉന്നമനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഇന്ന് എന്ന് മാത്രമല്ല, അവർക്ക് ഇനി ഒരു ഫോളോ അപ്പ് വേണമെങ്കിൽ അപ്പോഴും ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ നമ്മൾ തരികയാണ്. താങ്ക് യു. ഓക്കെ. മാഡം എന്താണ് പറയാനുള്ളത്? മാഡം എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് സന്ദർശിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങൾ തുടരുകയാണ് വയനാടിന് വേണ്ടി അല്ലേ? ഓക്കെ. തീർച്ചയായും. സൈക്കോളജിസ്റ്റുകളുടെ ഒരു സംഘം തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ എക്സ്പീരിയൻസ്? അപ്പോൾ ഇന്നിവിടെ വയനാട്ടിൽ വന്നപ്പോൾ എന്ത് തോന്നി? അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? സാന്ത്വന പ്രവർത്തനം വലിയൊരു ഡിസാസ്റ്റർ കഴിഞ്ഞുകൊണ്ട് തന്നെ അവർ വലിയൊരു ഡിപ്രഷനിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അവർക്കൊരു റിലീഫ് എന്ന ഒരു നിലയിലാണ് നമ്മൾ ഇവരോട് സംസാരിക്കാൻ, ഇവരായിട്ട് കുറച്ചൊന്ന് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളന്ന് വന്നിട്ടുള്ളത്. ഓക്കെ. വയനാടിന് സാന്ത്വനമേകാൻ വേണ്ടി സാർ എന്താണ് പറയാൻ വേണ്ടി ഇതിനെക്കുറിച്ച്? നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൻ്റെ ആ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പല പ്രതിവിധികളും സാന്ത്വന പരിപാടികൾക്കും അപ്പുറത്തേക്ക് വളരെ കൃത്യമായി ഒരു പഠനത്തെ തുടർന്ന് ചില കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പഠന സംഘമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു സംഘമാണുള്ളത്. ഡോക്ടർ, നേഴ്സ്, മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ പരിജ്ഞാനമുള്ള ആളുകളുടെ ഒരു സംഘം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു പഠനത്തിന് ഇറങ്ങാൻ പോവുകയാണ്. തീർച്ചയായും അവർക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. സാറേ പറഞ്ഞോളൂ. നമ്മളിന്ന് വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ സയൻസ് ആൻഡ് മെഡിക്കൽ സയൻസ് ആണ്.
അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ, ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിക്ടിംസിൻ്റെ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് മെഷർ ചെയ്യുന്നതിനും നമുക്ക് അവർക്ക് ഇനി എന്ത് കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ ഇത്രയും വലിയൊരു സ്ട്രെങ്ത് ആ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അതിൻ്റെ ഡയറക്ടർ ഇപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്കിതിൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് എവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ അപ്പോൾ ഇന്ന് വയനാടിന് വേണ്ടി സാന്ത്വന പ്രവർത്തികൾ ഏർപ്പെടാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകളുടെ ഒരു സംഘം ഇന്ന് വയനാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡോക്ടർ സീമ, എന്താണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? എന്താണ്? നമ്മളൊരു മഹാദുരന്തം കണ്ടതാണ്. വയനാട് ആഴ്ചകളോളം നമ്മൾ കണ്ട് നമ്മുടെ കേരളം മുഴുവൻ മനസ്സത്രയും വിഷമിച്ച് വേദനിച്ച് ഒരു സംഭവമായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴാ ദുരന്തത്തിൻ്റെ അലവരിയാണ്. കാരണം സ്വന്തക്കാരെ നഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള സകല മാർഗങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യർ, അവരുടെ വേദനകൾ, അവരുടെ ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ, അതിൽ ശരിക്കും അവരുടെ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് എന്താണെന്ന് കൃത്യമായി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്രയും കൗൺസിലേഴ്സ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. മാഡം പറഞ്ഞോളൂ. സാന്ത്വന പരിചരണം എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയായിട്ട് തന്നെ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാവുകയാണ് ഇന്ന് ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഡോക്ടർ സീമ പറഞ്ഞതുപോലെ ഒരു വലിയ അപകടത്തെ മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് നടുക്കിൽ നിന്നുകൊണ്ട് അതിന് മുഖാമുഖം കണ്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വിഭാഗത്തിന് സാന്ത്വനം നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയാണ്. ഓക്കെ, ധനേഷ് സാർ, എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ് തുടർ പ്രവർത്തനമായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ ചൂരൽമല മഹാദുരന്തം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് മെൻ്റൽ ഹെൽത്തിനെക്കാട്ടി കൂടുതൽ ഫിസിക്കൽ സപ്പോർട്ടിനാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. പിന്നെ ആഫ്റ്റർ നമ്മൾ 1 month പിന്നെ ഒരു നെക്സ്റ്റ് വീക്ക് ഇവിടെ വന്നു. അപ്പോൾ കുറച്ച് പേരുടെ ആവശ്യമുള്ള സൈക്കോ സോഷ്യൽ കൗൺസിൽ നീടുള്ള ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നെക്സ്റ്റ് മന്ത് വന്നു. ഇത് സെക്കൻഡ് മന്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരുപാട് പേര്, ഒറ്റപ്പെട്ട ഒരുപാട് പേർക്ക് ഒരു മഴ പെയ്യുമ്പോഴേക്കും കൂടുതൽ ഭയക്കുന്നു, തൊട്ടടുത്തുള്ള എന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോഴേക്കും അവർ വീണ്ടും ഡിസാസ്റ്റർ വികാരങ്ങൾ പ്രവേശിച്ച് പുറത്തോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളെ, കൂടുതൽ ചെയ്യാറ്റുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു 140ഓളം വീടുകളിലേക്ക് നമ്മുടെ ഈ സ്ക്വാഡ് പോകുന്നതാണ്. അതിൽ 2 ഡോക്ടേഴ്സ് ആൻഡ് 2 നഴ്സസ് ആൻഡ് പിന്നെ സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ടീമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഒരു സിറ്റി 2 സിറ്റിക്ക് മാത്രമല്ല, ഏറ്റവും മിനിമം ഒരു 2 മന്തെങ്കിലും 2 ഇയറെങ്കിലും നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു തുടർ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയാണ് ഇന്ന് നടക്കുന്നത്. ഓക്കെ ഓക്കെ. ഒരു 140ഓളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുട്ടികളുണ്ട്, അതുപോലെ പ്രായമുള്ളവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർ. പക്ഷെ ഒരിക്കലും അവർക്ക് ഒരു പുതിയ ലോകത്തെ അംഗീകരിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ദീർഘകാല രോഗമുള്ളവർ, ഇവിടെ പാലിയേറ്റീവ് പരിചരണവുമായി ബന്ധപ്പെട്ട കുറേ പേഷ്യൻ്റുണ്ട്. അവർ മാത്രമല്ല, അത് നമുക്ക് ആർക്കാണോ മനസ്സിലാക്കിൻ്റെ ആവശ്യം നമുക്ക് ഈ ഗ്രൂപ്പിൽ ടീമിന് തോന്നുന്നത്, ആ ടീമിൻ്റെ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മുടെ ഒരു തുടർ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ടീമിൽ 45ഓളം സൈക്കോളജിസ്റ്റുകളുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് എന്താ പറയുക, വലിയ ഒരു സംഭാവനയാണ്. തീർച്ചയായും. താങ്ക് യു സാർ. ഗോപാലൻ സാർ, അപ്പോൾ എന്താണെന്ന് ഇപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി വന്നതാണല്ലോ, എന്താണ് ഇന്നത്തെ ഈ പരിപാടിയിൽ ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി വന്നുള്ള ഈ പഠന വിഭാഗത്തിലെ ഒരു ഗ്രൂപ്പിലെ അംഗമായി മാറാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ ദുരിത വിഭാഗത്തിന് ചേർത്ത് പിടിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ നന്ദിയുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് അവരെ സഹായിക്കുക, അവരുടെ ദുരിതങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ
നമ്മുടെ ദുരന്ത ഭൂമിയിൽ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് പുനരധിവാസം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിലേഴ്സ്, ധാരാളം കൗൺസിലേഴ്സ്, ട്രെയിൻഡ് കൗൺസിലേഴ്സ് ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെ ഫീൽഡിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ ഇനിയുള്ള ഇപ്പം നിലവിൽ ഉള്ള ആങ്സൈറ്റി എന്താണ്, അതോടുകൂടെ തന്നെ ഫ്യൂച്ചർ പ്ലാനിങ് എന്തൊക്കെയാണ്, അവരെ റിഹാബിലിറ്റേഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് അവരുടെ ഭാഗം കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലക്കാണ് ഇന്ന് നമ്മൾ ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ ഇത്രയൊരു ഗ്യാങ്ങായി കൂടി ഈ ഒരു കൂടിച്ചേരൽ ഇവരുടെ പുനരധിവാസത്തിന് വളരെയധികം ബലം നൽകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഓക്കെ. ലിസമ്മ ടീച്ചർ, എന്താണ് വയനാട് വന്നപ്പോൾ എന്ത് തോന്നി, അല്ലെ എന്താണ് പ്രചോദനം അവിടെ വരാനുള്ളത്? ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഒരൊറ്റ രാത്രി കൊണ്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ട്, സ്വന്തം ആളുകളെ നഷ്ടപ്പെട്ട്, വീടുകൾ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഒരു തുണയായി മാറുവാൻ, ഒരു സ്വാന്തനമായി മാറുവാൻ ആഗ്രഹിച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം അവർക്ക് നൽകി തിരിച്ചു പോകണമെന്നുള്ളതാണ് ആഗ്രഹം. ആ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഓക്കെ ഓക്കെ. മാഡം പറയൂ. നമ്മുടെ ദുരന്തം നമ്മളെല്ലാവരും ഇതേപോലെ അഭിമുഖീകരിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെല്ലാവരും എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ പേപ്പറുകളൊക്കെ നമ്മൾ വായിച്ചതാണ്. ഒരിക്കലും ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അവിടെ വന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല. പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അവിടെ വന്ന് ചെല്ലാനും അവിടുത്തെ ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനും. പക്ഷേ ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പായി അവിടെ ചെല്ലാനും അതുപോലെ അവിടെ ചെന്ന് പ്രവർത്തിക്കാനും ഞങ്ങൾക്കൊരു അവസരം തന്നതിന് സാറോട് വളരെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. ഓക്കെ. പ്രമുഖ സാഹിത്യ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് മാഷേ, നിങ്ങൾ ഈ ഇവരുടെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഈ സാന്ത്വന പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ എന്താണ് കാരണം? നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതിന് ഇപ്പോഴും പൂർണ്ണമായിട്ട് മോചിതമായിട്ടില്ല. പല രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾക്ക് അവർക്ക് മാനസികമായിട്ടുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. നമ്മൾ ഇന്നിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു മെഡിക്കൽ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ സർവേയുടെ ഭാഗമായുള്ള ടീമിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിൽ ആ കൗൺസിലിംഗ് ഏരിയ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഏരിയയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. കൂടെ ഡോക്ടർമാരും നഴ്സുമാരും പിന്നെ വോളണ്ടിയേഴ്സും എല്ലാവരും ഉള്ള ടീമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ വയനാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു ഉദ്യമത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സുഖകരമായ കാര്യമായിട്ടും ഒരു നമുക്ക് തന്നെ സെൽഫ് റിലീവിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ബാക്കി മാഷ് പറയും. മാഷേ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദുരന്തത്തിൽ വിക്ടിംസ് അവർ ദുരന്തങ്ങൾ അനുഭവിച്ച അവരുടെ വീടുകളിൽ താമസിക്കുകയാണ്, അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന അവർക്ക് നമ്മുടെ സാമീപ്യം അല്പമെങ്കിലും ആവുകയാണെങ്കിൽ അതിനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായും. ഓക്കെ. നമ്മുടെ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ്റെ ഭാഗമാകാനെത്തിയ നമ്മുടെ ലത്തീഫ് മാഷ്, എന്താണ് ഈ പ്രവൃത്തിയുടെ ഭാഗമാകാൻ എന്താണ് പ്രചോദനം? ഈ പ്രവൃത്തിയുടെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ദുരന്തം വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു ദുരന്തമായിരുന്നു. പലരും ഇപ്പോഴും അതിൽ നിന്ന് മോചിതരായിട്ടില്ല. അവർക്ക് വേണ്ട മാനസിക സപ്പോർട്ട് നൽകാൻ ഇവിടെ എത്തിയതിൽ ഒരുപാട് ആശ്വാസമുണ്ട്. നമ്മൾക്കും ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്ന ഒരു സംതൃപ്തിയുണ്ട്. തീർച്ചയായും. പറഞ്ഞോളൂ. നമ്മൾ പിന്നെ ഒരു എന്താ പറയുക സൈക്കോളജിക്കൽ അസസ്മെന്റ് ടീമിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഹോസ്റ്റൈൽ സെന്റർ അല്ലേ, PTHന്റെ കീഴിൽ അവർ നടക്കുന്ന ഒരു വോളണ്ടിയർ ടീമിന്റെ ഒരു സർവേ അസസ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ അസസ്മെന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡോക്ടേഴ്സ്, നഴ്സുമാർ, വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്നുള്ള പാർട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഇർഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാവുന്നതും അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ആ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയതും ഈ നമ്മുടെ കേരളത്തിൽ അടുത്ത കാലം സംഭവിച്ച വലിയൊരു ദുരന്തത്തിൻ്റെ സാന്ത്വന സ്പർശം എന്ന നിലയിൽ അതിൽ എൻഗേജ് ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, നമുക്ക് തന്നെ സെൽഫ് റിലീവിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മുണ്ടക്കൈ
ദുരന്തത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സാമീപ്യം കൊണ്ട് അല്പമെങ്കിലും ആശ്വാസം അവർക്കുണ്ടാവുക എന്നതാണ് നമ്മളാൽ കഴിയുന്ന ആശ്വാസം. നമ്മുടെ വയനാട് ദുരന്ത ഭൂമിയിൽ രക്ഷകനായ സമദ്ക്ക നമ്മളൊപ്പം എന്താണ് ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാ സൈക്കോളജിസ്റ്റും ഒരുപാട് പേരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? നമുക്ക് വയനാട് ജില്ലയിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട 125ഓളം ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവൻ ആളുകളെയും ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മെഡിസിൻ സപ്പോർട്ടായിട്ടുള്ള 125 ആളുകൾക്ക് വീടുകളിൽ പോയിട്ട് ഹോം കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അവർക്ക് ആവശ്യമായ തുടർ ചികിത്സ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചതാണ്. ആ തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യമായ മുഴുവൻ ഡാറ്റയും കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ 35ഓളം യൂണിറ്റുകളിൽ നിന്ന് 200ഓളം പ്രതിനിധികളുള്ള ഒരു സംഘമാണ് വന്നിട്ടുള്ളത്. അവർക്ക് കൃത്യമായിട്ട് ഇവിടെ താമസിക്കുന്ന വീടും ലൊക്കേഷനൊക്കെ നമ്മൾ ഇതിൻ്റെ കൃത്യമായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടിയിൽ ഒരു ഡ്രൈവർ, ഒരു വളണ്ടിയർ, ഒരു നഴ്സ്, ഒരു സൈക്കാട്രി, അതുപോലെ തന്നെ ഒരു ഡോക്ടർ, ഈ 5 ആളുകളാണ് ഒരു വാഹനത്തിലുണ്ടാകുക. അവരവരുടെ വീടുകളിലേക്ക് പോയിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുകയും ആ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്തിട്ട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ഏൽപ്പിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ CH സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ ഖാദർ ഹാജി നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇന്നത്തെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇന്നത്തെ നമ്മുടെ വയനാട്ടിൽ വലിയ ദുരന്തം നടന്നല്ലോ. ദുരന്തവുമായി ബന്ധപ്പെട്ട് ചൂരൽമല പ്രയാസപ്പെടുന്ന രോഗികളെ വീട്ടിൽ പോയി പരിചരിക്കുക എന്ന ഒരു വലിയ ദൗത്യവുമായാണ് ഈ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പാലിയേറ്റീവ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 35ഓളം വണ്ടികളും അതിനകത്ത് ഡോക്ടർമാർ, സിസ്റ്റർമാർ, ഹോം കെയർ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് ഈ സമയങ്ങളിലുണ്ടായ അപകടങ്ങൾക്ക് പരിക്കുപറ്റി വീട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകൾ പോയി സാന്ത്വനം നൽകുകയും കൗൺസിൽ നൽകുകയും അതേപോലെ തന്നെ അവർക്ക് പരിചരണങ്ങൾ നൽകുകയും ചെയ്യാവുന്ന വലിയ ദൗത്യമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഓരോ വീടുകളിലേക്കും ഓരോ വണ്ടികൾ, ഇത്രയും വാഹനങ്ങളിവിടെ എല്ലാ വാഹനങ്ങളടക്കം എല്ലാ സജ്ജീകരണങ്ങളും മരുന്നടക്കം ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയ ഒരു പദ്ധതിയാണ്. കേരളത്തിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത വലിയ ഒരു പദ്ധതിയാണ് ഇന്ന് ഈ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് സംവിധാനം ഒരുക്കുന്നത്. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് വലിയ ഒരു സംവിധാനമാണ് നടക്കാൻ പോകുന്നത്. PTHൻ്റെ സംസ്ഥാന ട്രെയിനിങ് കോർഡിനേറ്റർ മുഹമ്മദ് മാഷ് നമ്മോടൊപ്പം ഉണ്ട്. മാഷേ, എന്താണ് ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇത് വളരെ നല്ല ചരിത്രത്തിൽ ഒരു സംഭവമായി മാറുകയാണ്. ആരും തന്നെ കേരളത്തിൽ ഇന്നേവരെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതായിട്ട് നമുക്കറിയില്ല. 35 വണ്ടികളാണ് ഇവിടെ ഹോം കെയറിന് പോകുന്നത്. ഒരേ സമയത്ത് പുത്തുമലയിലും അവിടെ മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ പറ്റിയ പേഷ്യൻസിനെയാണ് നമ്മൾ പരിചരിക്കാൻ വേണ്ടി പോകുന്നത്. സലാം സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വണ്ടികളൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ 130 പേഷ്യൻസിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ 130 പേഷ്യൻസിൻ്റെ വീടുകളിലേക്കും ഈ 35 വണ്ടികൾ പോകാൻ അവർക്കുള്ള ബ്ലാങ്കറ്റ് അതിൽ വെച്ച് സപ്ലൈ ചെയ്യുന്നു. മരുന്ന് എല്ലാ സംവിധാനവും തുടർ ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി നിർത്തല്ല. ഇവർക്ക് ആവശ്യമുള്ള തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ചെയ്യുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ആളുകൾ ഓരോ വണ്ടിയിലും ഓരോ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവർ മാനസികമായി ഇപ്പോൾ തകർന്നു നിൽക്കുകയാണല്ലോ ഈ വീട്ടുകാരൊക്കെ. അവർക്ക് മാനസികമായ സപ്പോർട്ട് നൽകാൻ സൈക്കോളജിസ്റ്റ്, വിദഗ്ധരായ സൈക്കോളജിസ്റ്റ് ഓരോ വണ്ടിയിലും ഓരോ ആളുകൾ, ഡോക്ടർമാർ, നഴ്സുമാർ, വളണ്ടിയർ, PHൻ്റെ വളണ്ടിയർ അടങ്ങിയ ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ വയനാട് സന്ദർശനത്തിന് ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ജസീം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ വീടുകളൊക്കെ സന്ദർശിച്ച് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ നമുക്കറിയാം സംഭവത്തിനൊക്കെ ദൃക്സാക്ഷിയായ അതിനെല്ലാം കൂടി നമ്മുടെ ജസീംക എന്താണ്
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വയനാട്ടിൽ എല്ലാവരും റിക്കവർ ചെയ്തോ അല്ലെങ്കിൽ? ഇല്ല, എല്ലാവരും റിക്കവർ ചെയ്തിട്ടില്ല. റിക്കവർ ചെയ്തു വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പേര്, മാനസികമായിട്ട് പ്രത്യേകിച്ച് നല്ലോണം. ശരിയാണ്, കൗൺസിലിംഗ് വേളയിൽ നമുക്കത് ബോധ്യപ്പെട്ടതാണ്. ശരിയാണ്. അതെ അതെ, മാനസികമായിട്ട് അവരോട് എന്ത് പറയണം എന്ന് നമുക്ക് അറിയാത്ത അവസ്ഥയാണ് ഇപ്പം. റിക്കവർ ചെയ്തിട്ടില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ആരോഗ്യ പ്രവർത്തക നിഷ മാഡം, എന്താണ് ഇപ്പോൾ വീടുകളൊക്കെ സന്ദർശിച്ചല്ലോ അല്ലേ? അതെ, ഞങ്ങള് PTHന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഉരുളുപൊട്ടിയ ആ ഭാഗത്ത് അന്ന് ദുരിതം അനുഭവിച്ച വീടുകളിലൊക്കെ ഒന്ന് പോകാൻ പറ്റി. അതുപോലെ തന്നെ ആ വീടുകളിലൊക്കെ ഒന്ന് പോവുകയും അവരുമായിട്ട് നേരിട്ട് അവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണാനും അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. അതെ, കുറെ പേര് അതിൽ നിന്ന് ഒത്തിരി മാറി പഴയ അവസ്ഥയിലേക്ക് മടങ്ങേണ്ടതുണ്ടല്ലോ അല്ലേ? അവർക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും.